എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആക്ച്വലി ഒരു ഡാൻസിന്റെ പേജായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ കുറേ ഡാൻസിന്റെ റീൽസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം ലൈക്കും വ്യൂവും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ര കഷ്ടപ്പെടുന്ന അത്രയും എനിക്ക് കിട്ടുന്നില്ല എന്നൊരു എനിക്കൊരു തോന്നലുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. കുറേ റീൽസ് കാണുമ്പോൾ അവർ ചാടിയാൽ പോലും ഭയങ്കര വൈറലാവും, ഭയങ്കര ലൈക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു ഡാൻസിന്റെ വീഡിയോ എടുക്കുമ്പോൾ ഒരു 5-6 ഷോർട്സ് എങ്കിലും എടുക്കുന്ന സമയത്ത് അതിൽ ഒറ്റ ഒരെണ്ണമായിരിക്കും ചിലപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ അത് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ട ടൈം, ഇതെല്ലാം കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ നിങ്ങളോ അത് സ്ക്രോൾ ഔട്ട് ചെയ്യും. പക്ഷെ ഒരു കൂട്ടം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് മെസ്സേജ് ഇട്ട് പറയും, സിസ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം, ഇങ്ങനെ തന്നെ തുടർന്ന് പോകണം. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കും. കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന സാധനങ്ങൾക്ക് എപ്പോഴും റീച്ച് കുറവായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനവും അങ്ങ് കയറിപ്പോകും. ഇത് തന്നെയാണ് എനിക്കും പറ്റിയത്. ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ അത്ര പ്രതീക്ഷിച്ച്, അത്ര വൈറലാവും, അത്ര നല്ലതായിട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചു, ഓഡിയൻസിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട സാധനം അത് വെറും ചുരുങ്ങിയ ആൾക്കാരിൽ അത് നിന്ന് പോയി ആക്ച്വലി. അതുകൊണ്ട് ഞാൻ ഭയങ്കര നെഗായി പോയായിരുന്നു. അങ്ങനെയാണ് എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നീ ഒരു 50 ദിവസം കണ്ടിന്യൂസ്ലി വീഡിയോ പോസ്റ്റ് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു ബെനിഫിറ്റ്. അതുകൊണ്ട് ഞാൻ ഓർത്തു കണ്ടിന്യൂസ്ലി ഇനി റീൽസ് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. എനിക്ക് എന്നെ കുറേ ഡ്രീംസും കുറേ ഇതുമായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. സോ പറ്റുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കുക. ബൈ.